ഇന്ന് നല്ലൊരു ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തേങ്ങ ഒന്നും അരച്ച് ചേർക്കാണ്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ ഒക്കെ കൂടെ നമുക്കിത് കഴിക്കാട്ടോ. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചെറുപയർ കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൂടെ തന്നെ ഒരു തക്കാളി കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു കുടം വെളുത്തുള്ളി കൂടെ ചേർക്കണുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ചെറുപയർ വേവാനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 5 വിസിൽ വരുന്നത് വരയ്ക്കാണ് കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കണത്. ഇപ്പോൾ ഇത് ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകും 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 2-3 വെളുത്തുള്ളി അതിൻ്റെ തൊലിയോട് കൂടിയിട്ട് ചതച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയൊരു സവാള കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. നല്ലോണം ഒന്ന് വഴന്നു വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുത്തിട്ടുള്ള ചെറുപയർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു കുക്കറിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു കറി എത്രത്തോണ്ട് ലൂസിലാണ് വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള വെള്ളം വീണ്ടും ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ടേസ്റ്റ് ചെയ്യണ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ കറി നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു കറി ഒത്തിരി ഇങ്ങനെ ലൂസായിട്ടുള്ള ആ ഒരു പരുവത്തിലാക്കി എടുക്കണില്ല കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് തീർച്ചയായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചെറുപയർ കറി. നമുക്കിത് പുട്ട്, ഇടിയപ്പം, വെള്ളയപ്പം അങ്ങനെ നമുക്കിത് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.